പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സഹിഷ്ണുത ഇല്ലായ്മയാണ് റോഡിൽ. ആദ്യകാലത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ആളുകളെയും പോലെ തന്നെയാണ് ഞാനും. ഞാൻ 16 വർഷത്തെ പ്രവാസം നിർത്തിയിട്ട് 2 വർഷം നാട്ടിൽ ജോലി ചെയ്തൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കൂട്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതേമാതിരി മുന്നിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അല്ലെങ്കിൽ അങ്ങോട്ട് പെട്ടെന്ന് തിരിഞ്ഞു എന്ന് പറയുന്ന ഓട്ടോറിക്ഷ തൊട്ട് ഓരോ ആളുകളുമായിട്ടും നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുകയാണ്. സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഫിസിക്കലി അല്ല, ചീത്ത വിളിക്കുന്നു, അവരെ എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ പോകുന്നു. ചില കാര്യങ്ങൾ മാത്രമാണ് അതിങ്ങനെ ചെറിയ കയ്യാങ്കളിയിലും അല്ലെങ്കിൽ അത് പൊട എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഒഴിവായിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അതിന് മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് ഒരു തരത്തിലും നമുക്ക് ആ ഡ്രൈവിംഗ് ആസ്വദിക്കാനും പറ്റില്ല. നമ്മളെപ്പോഴും പരാതിയും പരിഭവവും പറയുന്നവരായിട്ട് മാറും. ഇതൊരു ദിവസവും മാറുന്നില്ല. ലോകത്തിലെ ആളുകളെല്ലാം തെറ്റുകാരാണ് എന്ന തോന്നലാണ് കടന്നു വന്നത്. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇവനെന്തിനാ സൈഡിൽ നിർത്തി, ഈ വളവിൽ എന്തിനാ ഇവൻ നിർത്തിയത് തുടങ്ങിയ പരാതികൾ പറയാൻ തുടങ്ങുന്നു. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ഡ്രൈവിങ് സുഖകരമായിട്ട് നടത്താൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ സംഘർഷമായിരിക്കും. ഒരു സമയത്ത് ഞാൻ പട്ടാമ്പിയിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന വഴിക്ക് ഒരു ബൈക്കുകാരനെ ഇടിക്കാനായിട്ട് പോവാണ്. അത് വളരെ പെട്ടെന്ന് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല, അയാളെ ഇടിക്കേണ്ടതായിരുന്നു. കാറാണ് എൻ്റെ അടുത്തുള്ളത്. അയാൾ വളരെ പിന്നാലെ വരുന്നുണ്ട്. ഒരു ജംഗ്ഷൻ, അയാളുടെ നാടായിരുന്നു അത്. അവിടെ വണ്ടി നിർത്തിയിട്ട് റോഡിന് വണ്ടി അദ്ദേഹം ക്രോസ് ഇട്ടു. അദ്ദേഹം പറഞ്ഞു, ഭയങ്കര ചീത്തയാണ് അദ്ദേഹം വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തെ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. നാട്ടുകാരൊക്കെ ഇറങ്ങി വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. പക്ഷെ അവിടെ എന്തോ അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ പേര് പറയണതും അദ്ദേഹത്തിൻ്റെ നാടാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ ഭയം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഭയം കൊണ്ടായിരിക്കാം. ആ നാടാണ് അദ്ദേഹത്തിൻ്റെ, ആ സ്ഥലമാണ്. അല്ലെങ്കിൽ എൻ്റെ മാനസിക സ്ഥിതി ശരിയല്ലാത്തതുകൊണ്ട് വലിയ സംഘർഷങ്ങളില്ലാതെ ഞാൻ തിരിച്ച് പ്രതികരിക്കാതിരുന്നത് കൊണ്ട് അവിടെ നിന്ന്, മാത്രമല്ല ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് തെറ്റേറ്റ് പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു ലാസ്റ്റ്. അപ്പം ഇത്തരത്തിലേക്കുള്ള ഒരു സംഭവം കഴിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി തെറ്റ് എൻ്റെ ഭാഗത്തും സംഭവിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ മാറാം? ഈ ഒരു സംഭവം പിന്നീട് വണ്ടി ഓടിക്കുമ്പോൾ പിന്നീടും നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ സ്വഭാവം മാറ്റാൻ എളുപ്പമൊന്നുമായിരുന്നില്ല. പക്ഷേ എനിക്ക് മനോഹരമായി വണ്ടി ഓടിക്കേണ്ടതുണ്ട് റോട്ടിലൂടെ. സന്തോഷമുണ്ടാവും. എൻ്റെ സന്തോഷം മറ്റ് ആളുകളുടെ കയ്യിലല്ല. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ ഇന്നിൽ നിൽക്കാം എന്നൊക്കെ കേൾക്കുമെങ്കിലും ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടപ്പിലായിട്ടില്ല. അതിൻ്റെ കാരണം നമുക്കൊരു കാര്യവും തുടർച്ചയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാം നമ്മളെ കൊണ്ട് സാധ്യമാകുമെന്ന് പറയുന്ന മോട്ടിവേഷനിലെ ചില തെറ്റുകളുമാണ്. ഞാൻ അവിടെ നിന്ന് മാറിക്കൊണ്ട് എൻ്റെ പരാജയങ്ങൾ അംഗീകരിക്കുക. എനിക്കെന്താ പരാജയം, എൻ്റെ തെറ്റ്, കാരണം മാറ്റാൻ പറ്റുന്നത് എനിക്കാണല്ലോ. ഞാൻ അതിൽ എന്ത് തെറ്റ് മാറ്റണം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് ആരംഭിക്കും. പതുക്കെ പതുക്കെയാണ് അത് കടന്നു വന്നത്. വളരെ രസകരമായിരുന്നു ആദ്യത്തെ ദിവസം. അത് പോട്ടെ, സാരമില്ല, അത് ശരി, അങ്ങനെ പറ്റില്ല, ഒന്ന് ചിരിക്കാൻ തുടങ്ങി. തെറ്റുകൾ പറ്റുന്ന ആളോട് വളരെ അപൂർവമായിട്ടൊക്കെ പിന്നീട് ദേഷ്യമൊക്കെ കടന്നു വരും. അതിനെ അപ്പം തന്നെ മാറും. കാരണം ഞാൻ അതിനെ വീണ്ടും കൊണ്ടുവരികയാണ്. ഞാനവിടെ ദേഷ്യപ്പെടാനായിട്ട് പാടില്ല. കാരണം ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സംഘർഷം ഉണ്ടാവും. എന്നേക്കാൾ ശക്തരായ ആളുകളാണെങ്കിൽ അത് ശാരീരികപരമായിട്ടുള്ള ആക്രമണത്തിന് വരെ വിധേയനാവേണ്ടി വരും. ഒരു കാര്യമില്ലാണ്ട് കേസ് ഉണ്ടാവും, കൊല്ലാപ്പുണ്ടാവും, ശത്രുത ഉണ്ടാവും. അത് തുടർന്ന് പോകും. കാരണം ഈഗോ പിന്നീട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കില്ല വൺസ് ഈഗോ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ. മാത്രമല്ല നമ്മുടെ സന്തോഷം മുഴുവൻ ഈ റോട്ടിലെ ആളുകൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വരിക. ഒന്ന് ആലോചിച്ചു. ആളുകൾ ഇന്നും തെറി വിളിക്കുന്ന ആളുകളുണ്ട്. റോട്ടിലൂടെ പോകുമ്പോൾ വളരെ മോശമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്. വളരെ സ്ലോ ആയിട്ട്. നമ്മൾ അതിനെ എങ്ങനെ മറികടക്കണം? ആ ദേഷ്യം നമുക്കുണ്ടാവും. നമ്മളതിനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി കാണാൻ ശ്രമിക്കണം. അത് അവൻ്റെ വിവരക്കേടാണ്. അവന് വണ്ടി ഓടിക്കാറില്ല എന്ന് പറഞ്ഞ് നമുക്ക് തമാശ രീതിയിലൊന്നും ചിരിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര അത്യാവശ്യത്തിന് പോവുകയാണെങ്കിലും
നമുക്ക് എന്താണെങ്കിലും മുന്നിൽ സ്ലോയിൽ പോകുന്ന വണ്ടി അവൻ മാറിക്കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാവുള്ളൂ. അപ്പൊ നമ്മളവിടെ അവന്റെ വശത്തു നിന്ന് മാറി എങ്ങനെ അവനെ മറികടക്കാം എന്നതിൽ കോൺസെൻട്രേറ്റ്, അവനോടുള്ള ദേഷ്യം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മറികടക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാസ്തവം. നമ്മൾ എപ്പോൾ നോക്കിയാൽ മതി, നമ്മൾ ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ, വൈകാരികമായിട്ട് നമ്മൾ വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കടം, ദേഷ്യം ഒക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യരുണ്ട്. ഇതൊന്നും ഇല്ലായ്മ ചെയ്യുന്നതിനെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം നമുക്കുണ്ടാവും. പക്ഷെ അവിടെ ഉടൻ തന്നെ നമ്മൾ അതിനെ ആ വികാരത്തിൽ നിന്ന് മാറിക്കൊണ്ട പോട്ടെ സാറില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ അടിസ്ഥാനപരമായ വികാരത്തിന്റെ തീവ്രതയെ കുറച്ചാലാണ് നമുക്ക് ആ വ്യക്തി നമ്മളെ നിയന്ത്രിക്കാവുന്ന രീതിയിലേക്ക് വരാതിരിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും പരാതിയും പരിഭവവും നമ്മൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാം റോട്ടിൽ ശരിയാകണമെന്ന ആവശ്യപ്പെടലുകൾ നമ്മൾ നടത്തും. അതിന്റെ ഫലമാണ് റോട്ടിലുണ്ടാകുന്ന പല സംഘർഷങ്ങളുടെയും കാരണം, പല ഈഗോകളുടെയും കാരണം. ചില വിട്ടുകൊടുക്കലുകൾ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതല്ലെങ്കിൽ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ അതിനെ തലയിലേറ്റി കൊണ്ടുപോകണം. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. എല്ലായ്പ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമുക്കറിയില്ല എതിരെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എന്തിനാണ് വെറുതെ നമ്മൾ ഒരു കുഴപ്പം ഉണ്ടാക്കുന്നത്? ഈ കുഴപ്പം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എനർജി വളരെ പ്രീഷ്യസ് ആണ്. അവൻ നന്നായി ഉപയോഗിക്കേണ്ടതാണ്. സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ അതവന് പുറത്തുനിന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അവന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അതവനെ തീർച്ചയായിട്ടും അവന്റെ പുറത്ത് കിടക്കുന്ന സാഹചര്യങ്ങളും സ്ഥലങ്ങളും എല്ലാം സ്വാധീനിക്കും. പക്ഷെ അവിടങ്ങളിൽ നമുക്ക് പരിശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഒരു പുതിയ തീരുമാനം ഞാൻ തെറി വിളിക്കില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നിയന്ത്രണം വരുത്തും. ഞാൻ ചിരിക്കാൻ പഠിക്കും. ഞാൻ ചിരിച്ചു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, അവർ കേൾക്കാതെ നേരിട്ട് ബാധിക്കാത്ത ആളെ കുറിച്ച് തെറി പറയാം. അത് അവരെ ബാധിക്കുന്നില്ല. പക്ഷെ ആ ഒരു കറണ്ട് സിറ്റുവേഷനെ വളരെ മനോഹരമാണ്. അത് പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല, ഞാൻ നേരത്തെ പറയാറുള്ള ആ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെ തന്നെയാണ് ഇത് മാറ്റിയെടുക്കാനൊക്കെ പറ്റുക. നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തുമായിട്ട് ഇതിനെക്കുറിച്ച് നിരന്തരം പറയാം, ഇന്ന് ഞാൻ ചൂടായിട്ടില്ല, ഇന്ന് ഞാൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ ഒരു പ്രധാന ഗുണം നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. നമുക്ക് വളരെ നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിൽ ആയിരിക്കില്ല. നമ്മൾ തന്നെ നമ്മുടെ സന്തോഷത്തെ കണ്ടെത്തും. റോഡിലെ സംഭവങ്ങളും ആളുകളും നമ്മളെ സ്വാധീനിക്കുന്നതായിട്ട് മാറില്ല. നമ്മൾ എവിടേക്കാണോ ഡെസ്റ്റിനേഷൻ പോകുന്നത്, ആ യാത്ര മനോഹരമായിരിക്കും. ആ ചെന്ന് എത്തിപ്പെടുന്ന സ്ഥലവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ യാത്രയിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ എവിടേക്കാണോ എത്തുന്നത് അവിടങ്ങളിലെ സംഭവങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യം കാമാവുന്നു, മറ്റുള്ളവരെ പരിഗണിക്കുന്നു. വിദേശത്തൊക്കെ ആ രീതിയിലാണ് മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവുന്നത്. പരസ്പരം ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും, അതേപോലെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. ഞാൻ സ്ലോ ആയിട്ട് ഓടിക്കുമ്പോൾ ഏത് ട്രാക്ക് എടുക്കണം, ആളുകൾക്ക് മുന്നോട്ട് പോകേണ്ട ഓണടിക്കുന്ന ആൾ അവൻ ഓണടിച്ചോട്ടെ, എന്തിനാ അപ്പോൾ അവൻ ഓണടിക്കുന്നത് എന്നുള്ള ആ ഈഗോ മാറ്റിയാൽ, ഒന്ന് താന്നു കൊടുത്താൽ ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് താന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെ ഈസിയാണിത്. അതിനോളം ഈസിയും സന്തോഷവും തരുന്നൊന്നുമില്ല. മനുഷ്യ മസ്തിഷ്കത്തിന് പ്രത്യേകത ഉണ്ട്. വൺസ് ഇത് ശീലമായി കഴിഞ്ഞാൽ അവനെ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് തലച്ചോറ് പിക്ക് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് നമ്മുടെ സ്വഭാവമായിട്ട് മാറ്റാൻ പറ്റും. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ റെസ്റ്റ്ലെസ് ഡ്രൈവിംഗ് മാറ്റാൻ പറ്റും. ആളുകളെ എങ്ങനെ സ്വീകരിക്കണം എന്ന കാഴ്ചപ്പാട് നമുക്ക് കടന്നു വരാൻ തുടങ്ങും. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ സന്തോഷം നമ്മുടെ തന്നെ കയ്യിലിരിക്കുകയും മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളാൽ നമ്മുടെ എനർജിയെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. റോഡിലൂടെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാഴ്ചപ്പാടിനെ നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ള അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.